പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ഡാർവിൻ ആദ്യകാലങ്ങളിൽ ഈശ്വരവിശ്വാസിയായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹം ഒരു ഈശ്വരവിശ്വാസി അല്ലാത്ത നിലയിലേക്ക് മാറിയിരുന്നു. മാത്രമല്ല, മതത്തെ വിമർശിക്കുവാനും അന്നത്തെ പ്രബലമായിരിക്കുന്ന ചർച്ചിനെ വിമർശിച്ച് എഴുതുവാനുമൊക്കെ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഈശ്വരവിശ്വാസിയായിരുന്ന ഡാർവിൻ പെട്ടെന്നൊരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് ദൈവത്തെ സംശയിക്കാനായിട്ട് ഇടവന്നതായ കാര്യം? അതിൻ്റെ ചരിത്രം നമ്മൾ പരതി ചെല്ലുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സമുദ്രയാത്രയാണ്, ഒരു കപ്പൽ യാത്ര. 1831 HMS ബീഗൾ എന്ന് പറയുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ സർവേ കപ്പലിൽ അദ്ദേഹം ഒരു യാത്ര പുറപ്പെടുകയാണ്. 1831 തുടങ്ങി 36 അവസാനിച്ച യാത്ര, 5 വർഷം നീണ്ടു നിന്നതായ യാത്ര. ആ യാത്ര അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഉടനീളം മാറ്റിമറിച്ചു. പുതിയതായിരിക്കുന്നതായ കണ്ടെത്തലുകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിൻ്റെ പരിണിത ഫലമായിട്ടൊക്കെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നതായ കോൺസെപ്റ്റ് അതൊക്കെ മുന്നോട്ട് വരുന്നത്. HMS ബീഗൾ എന്ന് പറയുന്ന കപ്പലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ HMS എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹിസ് മജസ്റ്റീസ് ഷിപ്പ് എന്നാണ്. അത് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഒരു സർവേ കപ്പലായിരുന്നു. അതിൻ്റെ ക്യാപ്റ്റനായിരുന്നത് റോബർട്ട് ഫിറ്റ്സ് റോയ് എന്ന് പറയുന്നതായ വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിദഗ്ധനായിരിക്കുന്ന ഒരു നാച്ചുറലിസ്റ്റിനെ, ഒരു ബ്രില്യൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു മൈൻഡിനെ അദ്ദേഹത്തിൻ്റെ കൂടെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ അത് ഡാർവിനിലേക്ക് ചെന്നെത്താനായിട്ടുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ ഡാർവിൻ്റെ പ്രൊഫസറായിരുന്നു. ജോൺ സ്റ്റീവൻസൺ ഹെൻസ്ലോ എന്ന് പറയുന്ന ഡാർവിൻ്റെ ബോട്ടണി പ്രൊഫസറാണ് ഡാർവിനെ ഈ കപ്പലിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെയാണ് ഡാർവിൻ ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റായ എവല്യൂഷണറി ബയോളജിസ്റ്റ് എന്ന പിൽക്കാലത്ത് അറിയപ്പെട്ടതായിരിക്കുന്ന ഡാർവിൻ ഈ കപ്പലിൽ ഇടം പിടിക്കുന്നത്. ഈ അവസരം ലഭിക്കുന്ന ഈ സമയത്ത് ഡാർവിൻ്റെ വയസ്സ് കേവലം 22 വയസ്സാണ്. അവിടുന്ന് തുടങ്ങിയതായിരിക്കുന്ന യാത്ര, ആ വോയേജ് ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു യാത്രയായിരുന്നു എന്നുള്ളതാണ്. ഡാർവിൻ്റെ ഈ സമുദ്ര പരിവേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ദ്വീപ സമൂഹം എന്ന് പറയുന്നത് ഗാലപ്പഗോസ് ഐലൻഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ HMS ബീഗൾ എന്ന് പറയുന്ന കപ്പൽ സൗത്ത് അമേരിക്ക മുഴുവനും ചുറ്റി ഇക്കഡോറിൻ്റെ മെയിൻലാൻഡിൽ നിന്നും ഏതാണ്ട് 1000 കിലോമീറ്റർ ഉള്ളിലായിട്ട് പസഫിക്കിൽ സ്ഥിതി ചെയ്യുന്നതായ ഒരു ദ്വീപ സമൂഹമാണ് ഈ ഗാലപ്പഗോസ് ഐലൻഡ് എന്ന് പറയുന്നത്. അവിടെ ചെന്നിറങ്ങിയതായിരിക്കുന്ന ഡാർവിൻ അവിടെ പല ദ്വീപുകളിൽ കണ്ടതായ ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് ബേർഡ്സ്, ടോട്ടോയ്സ് തുടങ്ങിയതായിരിക്കുന്ന ജീവജാലങ്ങൾ, അവയ്ക്ക് ദ്വീപുകളുടെ സാഹചര്യത്തിനനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥയ്ക്കും അവിടുത്തെ പ്രത്യേകതയ്ക്കും അനുസരിച്ച് ഉണ്ടായ ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഡാർവിൻ്റെ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. എന്തുകൊണ്ട് ദ്വീപ് മാറുന്നതിനനുസരിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ പ്രകൃതി, കാലാവസ്ഥ ഒക്കെ മാറുന്നതിനനുസരിച്ച് എന്തുകൊണ്ട് ജീവജാലങ്ങൾക്ക് ഈ വ്യത്യാസം വരുന്നു? പ്രത്യേകിച്ച് ബേർഡ്സ്, ചില ബേർഡ്സുകളെ അദ്ദേഹം നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച ദ്വീപുകൾക്കനുസരിച്ച് അവയ്ക്ക് വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ മോക്കിംഗ് ബേർഡ്, അതുപോലെ തന്നെ മറ്റ് ചില ബേർഡുകൾ ഫുഡ് സോഴ്സിന് അനുസരിച്ചിട്ട് അവയുടെ ചുണ്ടുകൾക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഡാർവിൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ടോട്ടോയ്സ് മുതലായ ജീവജാലങ്ങൾ. ഈ യാത്രയിൽ ഡാർവിൻ ചില ഫോസിൽസുകൾ കളക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സ്, ആനിമൽസ്. ഇതിനെല്ലാത്തിൻ്റെയും ഒക്കെ പഠനം, വിശദമായിരിക്കുന്ന പഠനത്തിന് ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ചതായിരിക്കുന്ന ഒന്നാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. നേച്ചറിനെ അഗാധമായിട്ട് സ്നേഹിച്ച ഡാർവിൻ്റെ ഈ കണ്ടെത്തലുകളുടെ സമാഹാരമായിരുന്നു 1859 പുറത്തിറങ്ങിയതായ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ബുക്ക്. ആ ബുക്ക് ലോകത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് വിധത്തിലാണ് ആ ബുക്ക് ലോകത്തെ സ്വാധീനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും തെളിവുകൾ ഇല്ലാതെ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തെളിവുകൾ ഇല്ലാതെ ലോകത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ നെഗറ്റീവ്ലി സ്വാധീനിച്ചതായിരിക്കുന്ന ഒരു ബുക്കാണ് ഡാർവിൻ്റെ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ബുക്ക്. ചിലർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ നുണപ്പുസ്തകം എന്നുള്ളതാണ്. കാരണം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒന്നല്ല ഈ പരിണാമം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഡാർവിന് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നതിൻ്റെ ഉത്തരം ചരിത്രകാരന്മാർ തന്നെ പറയുന്നുണ്ട്. ചരിത്രകാരന്മാരിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ജാനറ്റ് ബ്രോണി, അതുപോലെ തന്നെ എഡ്രിയാൻ ഡെസ്മോണ്ട്, ജെയിംസ് മൂർ, അതുപോലെ തന്നെ മൈക്കൽ റൂസ് തുടങ്ങിയവരുടെ ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, അവരുടെ എഴുത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ തന്നെ അഭിപ്രായപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡാർവിന് പെട്ടെന്ന് സംഭവിച്ചതായ റിലീജിയസ് ഷിഫ്റ്റ്, ഒരു മതം വിട്ട് അഗ്നോസ്റ്റിസം എന്ന് പറയുന്നതായ ഒരു ചിന്താധാരയിലേക്ക്
അദ്ദേഹം മാറാനായിട്ടുള്ള കാരണം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പരിണാമവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം കണ്ടെത്തിയതായിരിക്കുന്ന കണ്ടെത്തലുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലായിരുന്നു ഡാർവിൻ ഈ മതം വിട്ട് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം വിട്ട് പിന്മാറാൻ ഉള്ള കാരണമെന്നാണ് പറയുന്നത്. അതിന് ഫിലോസഫിക്കലി ഉള്ള കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഡാർവിൻ ഒരു നാച്ചുറലിസ്റ്റാണ്. അദ്ദേഹം ഈ നേച്ചറിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിൽ കാണുന്നത് സഫറിങ്സ് ആണ്, ആനിമൽ സഫറിങ്സ്, അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ, സഫറിങ്സുകൾ, ഇതെല്ലാം ഇദ്ദേഹം കാണുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായതായിരിക്കുന്ന ഒരു വലിയ ട്രാജഡി, അദ്ദേഹത്തിൻ്റെ മകള് ആനി ഡാർവിൻ്റെ മരണം, അകാല മരണം, അത് അദ്ദേഹത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. വല്ലാത്ത ഷോക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായെന്നുള്ളതാണ്. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ 1851 ഡാർവിൻ്റെ മകള് അങ്ങനെ ട്യൂബർകുലോസിസ് ബാധിച്ച് മരണപ്പെടുകയാണ്. ഇത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ച ഒരു കാര്യം ഇതാണെന്നാണ് പറയുന്നത്, ഒരു ലവിങ് ഗോഡ് അല്ലെങ്കിൽ ഒരു ബിനവലൻ്റ് ആയിട്ടുള്ള ഒരു ഗോഡ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സഫറിങ്സ് ലോകത്ത് സംഭവിക്കുന്നു, പ്രത്യേകിച്ച് ആനിമൽസിനിടയിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ ഈ സഫറിങ്സ് എന്തുകൊണ്ട് നടക്കുന്നു. അതിൽ ഏറ്റവും അടുത്ത് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ നടന്നതായിരിക്കുന്ന ഒരു സഫറിങ് ആണ്. അതായത് തൻ്റെ മകളുടെ മരണം. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായിരിക്കുന്ന ഈ പ്രതിസന്ധികൾ, ഈ പ്രയാസങ്ങൾ, അതിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റതായിരിക്കുന്ന ഈ ക്ഷതം, ആ ക്ഷതത്തിൽ നിന്നുകൊണ്ടുള്ളതായ ഒരു മുൻവിധിയോടുകൂടെയാണ് പിന്നീട് തൻ്റെ ജീവിതത്തിലെ താൻ നടത്തിയതായിരിക്കുന്ന നിഗമനങ്ങളിൽ, താൻ നടത്തിയതായിരിക്കുന്ന പഠനങ്ങളിൽ ആ ഒരു മുൻവിധി ഡാർവിനെ പിന്തുടർന്നിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എമ്മ ഡാർവിൻ ഒരു യൂണിറ്റേറിയൻ ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ളതാണ്. ആ ചർച്ചുമായിട്ട് സഹകരിച്ചു പോരുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിനും മരണാനന്തര ജീവിതത്തിലെ സ്വർഗത്തിലെ വസിക്കുന്ന സമയത്ത് തന്നോടുകൂടെ ആ നിത്യത പങ്കിടാനായിട്ട് ചാൾസ് ഡാർവിനും ഉണ്ടാകുമെന്ന് എമ്മ ഡാർവിൻ വിശ്വസിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഡാർവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വന്ന സമയത്ത് ഡാർവിൻ തന്നെക്കുറിച്ച് പരിചയപ്പെടുത്തിയതായ കാര്യം എന്ന് പറഞ്ഞാൽ താനൊരു അഗ്നോസ്റ്റിക് ആണെന്നുള്ള നിലയിലാണ്. അഗ്നോസ്റ്റിസം എന്ന് പറയുന്ന ആ ചിന്തയിലേക്ക് അദ്ദേഹം വീണിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഡാർവിൻ്റെ മകൻ ഫ്രാൻസിസ് ഡാർവിൻ പ്രത്യക്ഷമായിട്ട് വിശ്വാസത്തെ ആ നിലയിൽ പുൽകിയതായിരിക്കുന്ന ഒരാളൊന്നുമല്ല, എങ്കിലും ഒരു സയൻറ്റിഫിക് മൈൻഡ് ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും പരസ്യമായിട്ട് ചർച്ചിനെതിരായിട്ട് സംസാരിക്കാനോ ദൈവവിശ്വാസത്തെ ആ നിലയിൽ സംശയിക്കാനോ ഈ ഫ്രാൻസിസ് ഡാർവിൻ തയ്യാറല്ലായിരുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് 1876 പബ്ലിഷ് ചെയ്തതായിരിക്കുന്ന ഡാർവിൻ്റെ എഴുത്തുകൾ. അതായത് ഡാർവിൻ രഹസ്യമായിട്ട് തൻ്റെ കുടുംബത്തിന് എഴുതിയതായിരിക്കുന്ന ചില കത്തുകൾ, ആ കത്തുകൾ ശേഖരിച്ചിട്ട് ഈ കുടുംബം, അതായത് എമ്മ ഡാർവിനും അതുപോലെ തന്നെ ഫ്രാൻസിസ് ഡാർവിനും കൂടി ആ കത്തുകൾ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യേണ്ടായി. എന്നാൽ പിന്നീട് 1958 ഈ അൺഎഡിറ്റഡ് വേർഷൻ, അതായത് ഇവർ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വീണ്ടും അത് പബ്ലിഷ് ചെയ്യേണ്ട 1958 അത് സംഭവിക്കുന്നത്. പ്രൈവറ്റായിട്ട് ഇദ്ദേഹം എഴുതിയ കത്തുകളിൽ മുഴുവൻ ചർച്ചിനെയും ദൈവവിശ്വാസത്തെയും എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടുമുള്ളതായ എഴുത്തുകളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർ അത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തത്. ഡാർവിൻ്റെ തുടക്കത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഡാർവിൻ കേംബ്രിഡ്ജിൽ തിയോളജി പഠിച്ചതായിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഡാർവിൻ്റെ ചില പ്രത്യക്ഷ ബോധങ്ങൾ, ഡാർവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന ചില ട്രാജഡികൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡാർവിനുണ്ടായതായ മുൻവിധി, ഈ മുൻവിധിയിൽ നിന്നുകൊണ്ടുമാണ് ഡാർവിൻ എന്ത് ചെയ്തത്, തൻ്റെ പഠനം തുടർന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് കൂടിയാകാം പെട്ടെന്ന് ഡാർവിൻ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത്, ഒരു ജീവപരിണാമം എന്ന് പറയുന്ന ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജീവികൾക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുവാനായിട്ടുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്, അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ളതായ സ്വാഭാവികമായിരിക്കുന്നതായ ഒരു കഴിവ്, ഒരു സവിശേഷത, ഈ സവിശേഷതയെ ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിണാമത്തിന് അനുകൂലമായ നിലയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്തോ ഡാർവിൻ്റേതായിരിക്കുന്നതായ ഒരു പുതിയതായ കണ്ടെത്തൽ എന്നുള്ള നിലയിൽ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളൊരു പേര് കൂടി ഇട്ട് അദ്ദേഹം അതിനെ അവതരിപ്പിച്ച് തൻ്റെ തിയറി സ്ഥാപിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നാച്ചുറൽ സെലക്ഷൻ യഥാർത്ഥത്തിൽ പരിണാമത്തെ ശരിവെക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ട് നാച്ചുറൽ സെലക്ഷൻ പരിണാമത്തിൻ്റെ തെളിവല്ല എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.